ക്ലിക്ക് ടോക്സ് വിപ്ലവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭ്സിമ്രാൻ സിംഗും ശ്രേയസ് അയ്യറും കൂടി ചേർന്ന് മുംബൈയെ കീറി വലിച്ചൊട്ടിച്ചു എന്ന് തന്നെ പറയണം. കാരണം മുംബൈ എന്താണിപ്പോൾ കളിക്കുന്നത്? അവർ ഈ സീസണിൽ ദയനീയ അവസ്ഥയിൽ കൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും പരാജയപ്പെട്ടു. ഇന്നത്തെ പരാജയത്തോടുകൂടി അവർ കളിച്ച 5 മത്സരത്തിൽ 4 പരാജയവുമായി 9ാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. അവർ ചെയ്യുന്ന പ്ലാനുകളൊക്കെ ഫെയിലായി പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. നിങ്ങൾക്കൊരു മത്സരം വിജയിക്കണ്ടെങ്കിൽ നിങ്ങളുടെ ടീമിലെ ഫീൽഡിങ്ങിൽ ഇങ്ങനെ മിസ്ഫീൽഡാക്കി നിങ്ങൾ എങ്ങനെ ജയിക്കാനാണ്? ജയിക്കില്ല. അതാണ് ഇന്നുണ്ടായത്. കൃത്യമായ ഘട്ടത്തിൽ ക്യാച്ച് മിസ്സാക്കുന്നു, ഫീൽഡിങ് മിസ്സാക്കുന്നു, എഫേർട്ട്ലെസ് ആയിട്ട് കളിക്കുന്നു. നിങ്ങൾ ലാക്ക് ഓഫ് എറർ വരുത്തുന്നു. വാങ്കഡെ പോലത്തെ സ്റ്റേഡിയത്തില് ലാക്ക് ഓഫ് എറർ വന്നാൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല. ഏതായാലും നമുക്ക് ഈ മത്സരത്തിൽ ഒന്ന് വിശദമായിട്ട് തന്നെ വിലയിരുത്തണം. കൃത്യമായിട്ട് പറഞ്ഞാൽ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ടോസ് കിട്ടിയിട്ട് പഞ്ചാബ് നായകൻ ശ്രേയസ് അയ്യർ ബൗളിംഗ് തിരഞ്ഞെടുക്കുന്നു. മുംബൈയെ ബാറ്റിങ്ങിന് വിടുന്നു. മുംബൈക്ക് ഇന്ന് ഹിറ്റ്മാൻ കളിച്ചിട്ടില്ല. അദ്ദേഹത്തിന് കഴിഞ്ഞ കളിയിൽ ഹാംസ്ട്രിങ് ഇഞ്ചുറിയോട് അദ്ദേഹത്തിന് കളിക്കാനുണ്ടായിരുന്നില്ല. പകരം സൗത്ത് ആഫ്രിക്കൻ സൂപ്പർ താരം ക്വിന്റൻ ഡി കോക്കാണ് കളിച്ചത്. തുടക്കത്തിലെ മുംബൈക്ക് വിക്കറ്റുകൾ നഷ്ടപ്പെടുന്നു. 3ാമത്തെ ഓവറിൽ ഹർഷദീപ് സിംഗ് റിയാൻ റിക്കിൾട്ടനെ പറഞ്ഞേക്കുന്നു. തൊട്ടടുത്ത പന്തിൽ സൂര്യകുമാർ യാദവിനെയും പറഞ്ഞേക്കുന്നു. നമാൻ തിർ വരുന്നു. നമാൻ തിരിനെ ഒരല്പം പ്രൊമോട്ട് ചെയ്ത് വിടുന്നു. ആ വിക്കറ്റ് പോകുമ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്ത് വിടുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിൽ അവർ രണ്ടാളും കൂടി മികച്ച രീതിയിൽ തന്നെ കളിച്ചു. നമാൻ തിരിന്റെ ഒരു ക്യാച്ച് യശ്വന്ദ്രൻ ചഹൽ വിടുന്നുണ്ട്. 10 റൺസ് ആവുന്ന ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ഓർമ്മ. 2 പേരും കൂടി മികച്ച രീതിയിൽ തന്നെ ബിൽഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി. അവർ അവിടെ നിന്ന് ഡീകോക്ക് യഥാർത്ഥത്തിൽ ഇന്നത്തെ പ്രകടനം എടുത്തു പറഞ്ഞു. അദ്ദേഹം 60 പന്തിൽ 112 റൺസ് എടുത്തു. 2021 ശേഷം മുംബൈക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് പേടേണ്ടുന്ന ഒരു പ്ലെയറാണ് ഡീകോക്ക്. അദ്ദേഹത്തിന് ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം വന്നിട്ടും അദ്ദേഹം ആ സെഞ്ചുറി അടിക്കുന്നുണ്ടായി. നമാൻ തീർന്നു മോശമല്ല. 31 പന്തിൽ 50 റൺസ്. യശ്വന്ദ്രൻ ചഹലിനെയും അവരെ കൃത്യമായിട്ട് പറഞ്ഞ മാർക്കോ ആൻസണിയും സേവർ ബാറ്റ്ലറ്റും വിജയകുമാർ വൈശാഖിനെയൊക്കെ അവര് കൃത്യമായി ടാർഗറ്റ് അറ്റാക്ക് ചെയ്തു. ഇപ്പൊ നമാൻ തീർ 13ാമത്തെ ഓവറാണ് നമാൻ തീർ പോകുന്നത്. 13.4 134 നമാൻ തീർ വീഴുന്നത്. ഹാർദിക് പാണ്ഡ്യ വരുന്നു. അപ്പോഴും ഡീകോക്ക് തന്റെ ശൈലി വിട്ടുകളെ അദ്ദേഹം അഗ്രസീവ് ഇന്റൻഷൻ കാണിക്കുന്നു. അദ്ദേഹം മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഹാർദിക് പാണ്ഡ്യ നായകൻ എന്താണ് അദ്ദേഹം കളിക്കുന്നത് ഇപ്പോൾ സീസണിൽ? അദ്ദേഹത്തിനൊന്നും പറ്റുന്നില്ല. അദ്ദേഹം എത്രയോ കാലങ്ങളായി മുംബൈക്ക് വേണ്ടി ഫോമായിട്ട് കളിച്ചിട്ടെന്ന് എൻ്റെ ഓർമ്മയില്ല. അദ്ദേഹം 175 റൺസ്. ഹാർദിക് പാണ്ഡ്യ വന്നു. പാണ്ഡ്യ എടുത്തത് 12 പന്തിൽ 14 റൺസ്. മറുഭാഗത്തൊരു പ്ലെയർ അങ്ങനെ അടിക്കുമ്പോൾ ഇദ്ദേഹം ഇപ്പുറത്ത് എന്താണ് ചെയ്യുന്നത്? പിന്നെ ഷർഫൈൻ റുദർഫോർഡ് 5 പന്തിൽ 1 റൺസാണ് റുദർഫോർഡ് എടുക്കുന്നത്. തിരകറമ്പ് 3 പന്തിൽ 8 റൺസ്. റാവത്ത് 0 ബോളിൽ 0. ഡീകോക്കിന്റെയും നമാൻ തീറിന്റെയും മികവിലാണ് യഥാർത്ഥത്തിൽ മുംബൈ 195 റൺസ്. എവിടെ വാങ്കഡെ പിച്ചിൽ ഒട്ടും വിജയിക്കാൻ സാധ്യതയില്ലാത്തൊരു പിച്ചിലാണ് 195 റൺസ് വരുന്നത്. ഒരു 220-230 ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് വാങ്കഡയിൽ എന്തെങ്കിലും കാര്യമുള്ളൂ. മറുപടി ബാറ്റിങ്ങിൽ ഇപ്പോൾ നമുക്ക് പഞ്ചാബിന്റെ ബോളിങ്ങിന്റെ കാര്യത്തിലേക്ക് വരണം. പഞ്ചാബിന്റെ ബൗളിംഗ് നമുക്ക് നോക്കണം. ഹർഷദീപ് സിംഗ് 4 ഓവറിൽ 22 റൺസിന് 3 വിക്കറ്റ്. അദ്ദേഹം പവർ പ്ലേയിൽ വിക്കറ്റ് എടുക്കുന്ന കാഴ്ച കണ്ടില്ലേ? അദ്ദേഹം മികച്ച രീതിയിൽ ബോൾ ചെയ്തു. മാർക്കോ ആൻസൺ 4 ഓവറിൽ 30. അദ്ദേഹം മോശമല്ല ഇന്ന്. സേവർ ബാറ്റ്ലറ്റ് 4 ഓവറിൽ 39. വിജയകുമാർ വൈശാഖ് 3 ഓവറിൽ 36. യശ്വേന്ദ്ര ചഹൽ വളരെ എക്സ്പെൻസീവ് ആണ്. 3 ഓവറിൽ 45. ശശാങ്ക് 2 ഓവറിൽ 19. പക്ഷെ എന്നാൽ മറുപടി ബാറ്റിംഗിൽ PB കേസിന് പ്രിയാൻ ഷാരിയും നമ്മുടെ പ്രഭ്സിമ്രാനും കൂടി ഓപ്പൺ ചെയ്തു. 2 പേരും ആദ്യമേ അഗ്രസീവ് ഇന്ത്യൻ ഷൂട്ടാണ് കളിക്കുന്നത്. അത് കൃത്യമായിട്ട് നമുക്കറിയാം. കാരണം വാങ്കഡെ പോലത്തെ പിച്ചിൽ പവർ പ്ലേയിൽ നിങ്ങൾക്ക് മാക്സിമം ഒരു 10-75 റൺസ് എടുത്താൽ പിന്നെ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. അത് ഉറപ്പാണ്, സംശയങ്ങൾ വേണ്ട. പ്രഭ്സിമ്രാൻ സിംഗും പ്രിയാൻ ഷാരിയെ 3ാമത്തെ ഓവറിലാണ് യഥാർത്ഥത്തിൽ പറഞ്ഞു വിടുന്നത്. അതായത് 3ാമത്തെ ഓവർ 2.2 27 പ്രിയാൻ ഷാരി ദീപക് ചഹർ പിടിച്ച അല്ലാഹ് ഗസൻഫറിന്റെ പന്തിൽ പ്രിയാൻ ഷാരി പോകുമ്പോൾ അദ്ദേഹം 9 പന്തിൽ 15 റൺസ് 2 4 6 അപ്പോഴേ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 1 ഡൗൺ ആയിട്ട് വരുന്നതല്ല. സൂപ്പർ ദ കൂപ്പർ കണോളി 1 ഡൗൺ ആയിട്ട് ഇറങ്ങുന്നു. അദ്ദേഹം മികച്ച രീതിയിൽ അറ്റാക്ക് ചെയ്തു. 12 പന്തിൽ 17 റൺസ് 2 6 ഒരു 4 അദ്ദേഹം അടിക്കുന്നു. അദ്ദേഹത്തിന് അല്ലാഹ് ഗസൻഫർ എടുക്കുന്നു. QDK പിടിച്ച് പുറത്താകുന്നു. നമ്മളെ കൂപ്പർ കണോളി. പിന്നെ അല്ലേ താണ്ഡവം തുടങ്ങിയത്. താണ്ഡവം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ മുംബൈ ബോളേഴ്സ് ഒരു നിലയിലും ഉണ്ടായില്ല.
ശ്രേയസ് അയ്യറും സിമ്രാൻ സിംഗും കൂടി ചേർന്നുകൊണ്ട് ആനങ്ങടിക്കുന്ന കാഴ്ച എല്ലാവർക്കും കിട്ടി. ഇപ്പോ ശ്രേയസ് അയ്യർ 35 പന്തിൽ 66 റൺസ്, സിമ്രാൻ 39 പന്തിൽ 80 റൺസ്. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇത്ര വലിയ അതായത് ജയിക്കാനുള്ള ചാൻസ് ഇല്ലാത്ത ടോട്ടൽ വരുമ്പോൾ നിങ്ങളുടെ ഫീൽഡേഴ്സ് എഫേർട്ട്ലെസ് ആയിട്ട് കളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ജയിക്കാനാണ്? സിമ്രാൻ സിംഗിൽ ക്യാച്ച് മുമ്പ് ഡ്രോപ്പ് ചെയ്ത് കണ്ടില്ലേ? അനാവശ്യമായിട്ട് എത്ര ഫോറുകളാണ് വിട്ടത്. ലൈനിൽ ലെങ്ത് ഒന്നും കിട്ടാത്ത ബോളേഴ്സാണ് മുംബൈ ബോളേഴ്സ് ഇത്രയും വലിയ ഡെപ്തുള്ള സ്കോഡിൽ. ശ്രേയസ് അയ്യർ മോശമല്ല, 35 പന്തിൽ 66 റൺസ് അടിക്കുന്നു. അദ്ദേഹം ഔട്ടാകുമ്പോൾ 186 റൺസിലേക്ക് യഥാർത്ഥത്തിൽ PBKS എത്തി. 184 റൺസിൽ 139 റൺസിന്റെ പാർട്ട്ണർഷിപ്പാണ് നമ്മുടെ സിമ്രാനും അയ്യറും കൂടി ചേർന്നെടുത്തത്. 15ാമത്തെ ഓവറാണ് അയ്യർ പോകുന്നത്. അപ്പോൾ ജയിക്ക 12 റൺസിലേ കൊണ്ടു. ബൗളിങ്ങിന്റെ കാര്യം പറയേ വേണ്ട. പിന്നെ സ്റ്റോയിനസ് ആണെങ്കിൽ 5 പന്തിൽ 10 റൺസ്. ബോളിങ്ങിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ദീപക് ചഹർ 2 ഓവർ 3 ബോളിൽ 45 റൺസാണ് വിട്ടുകൊടുത്തത്. ആ പഴയ മികവൊന്നും ചഹറിനില്ല. ബുംറ എഫേർട്ട് വിക്കറ്റ്ലെസ് ആയി പോകുന്നു. ബുംറ ഈ സീസണിൽ മൊത്തം അങ്ങനെയാണ്. കൺസിക്യൂട്ടീവ് 5th മാച്ചാണ് അദ്ദേഹം വിക്കറ്റ്ലെസ് ആയി പോകുന്നത്. എന്താ പറ്റിയത്? ലോകത്തിന് മികച്ച ബോളർക്ക് 4 ഓവർ 41, ഗസൽഫറിന് 4 ഓവർ 31 അദ്ദേഹം മാത്രമാണ് അല്പമെങ്കിലും ഇന്ന് കാര്യമായിട്ട് അദ്ദേഹം ചെയ്തത്. ഹാർദിക് പാണ്ഡ്യ 3 ഓവർ 39, താക്കൂറിന് കിട്ടി 3 ഓവർ 42. 16ാമത്തെ ഓവറിൽ വരെ ജയിച്ചു പോയി. ഇപ്പൊ കളിക്ക് ശേഷം മുംബൈ നായകൻ ഹാർദിക് പാണ്ഡ്യ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമ്മള് ഒരു പ്ലാനും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബാറ്റ് കൊണ്ടായാലും ബോൾ കൊണ്ടായാലും ഫീൽഡിംഗ് ആയാലും. സത്യസന്ധമായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യമാണത്. പിന്നെ പക്ഷെ നമ്മൾ ഫൈറ്റ് ബാക്ക് ചെയ്യും, ഇനിയുള്ള മത്സരത്തിൽ നമ്മൾ തിരിച്ചു വരും എന്ന പ്രതീക്ഷയാണ് ഹാർദിക് പാണ്ഡ്യക്കുള്ളത്. മുംബൈ നായകൻ ഹാർദിക് പാണ്ഡ്യക്ക്. അതേസമയം സിമ്രാൻ സിംഗ് പറഞ്ഞ എന്തായാലും പവർ പ്ലേയിൽ മാക്സിമം റൺസ് അടിക്കണം. ഞാൻ എന്നിൽ തന്നെ ബിലീവ് ചെയ്തിരുന്നു, പറ്റും, എന്നെ കൊണ്ട് പറ്റും എന്ന് സിമ്രാൻ പറയുന്നു. അതേപോലെ അദ്ദേഹം ചെയ്ത് കാണിച്ചു തന്നു. പിന്നെ ശ്രേയസ് അയ്യരുടെ കാര്യം കൂടി എടുത്ത് പറഞ്ഞത് ക്യാപ്റ്റന്റെ നോക്കും യഥാർത്ഥത്തിൽ വെരി ഗുഡ് എന്നും അദ്ദേഹം ഫാന്റാസ്റ്റിക് പ്ലെയർ ആണെന്നാണ് സിമ്രാൻ പറയുന്നത്. പഞ്ചാബിന്റെ ക്യാപ്റ്റൻ അയ്യർ പറയുന്നത് നമ്മൾ ഈ കളിക്ക് മുമ്പേ കുറച്ച് ഈ കളിക്ക് മുന്നേ അല്ല, അതായത് ചേസ് പിള്ളേർ തുടങ്ങുമ്പോൾ തന്നെ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു, ഭയങ്കര ഓപ്റ്റിമിസ്റ്റിക് ആയിരുന്നു കൂടി അയ്യർ പറയുന്നുണ്ട്. പിന്നെ കളി നമ്മളെ കൈവിൽ കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടില്ലല്ലോ. പവർ പ്ലേയിൽ നിങ്ങൾ മാക്സിമം റൺസ് അടിച്ചോ, പിന്നെ കളി നഷ്ടപ്പെടില്ല. പ്ലെയർ ഓഫ് ദ മാച്ച് കൊടുക്കുന്നത് അർഷദീപ് സിംഗിനാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം അത് അർഹനൻ തന്നെയാണ്. ഇപ്പൊ PBKS ആവട്ടെ, PBKSന്റെ കാര്യം പറഞ്ഞാൽ PBKS have won 3 in a row against മുംബൈ എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. അവർ പിന്നെ 2025 മുതൽ ഇങ്ങോട്ട് എടുത്താൽ 11 മത്സരത്തിൽ 9 മത്സരം അവർ ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട, ചേസിംഗ് IPL PBKSനാണ്. നിങ്ങൾ 190, 200, 220 കൊണ്ട് കടിച്ചോ, PBKSന് പ്രശ്നമല്ല. അത് ചേസ് ചെയ്യും, അതിലുള്ള ടീമും സ്കോഡും ഒക്കെ PBKSനുണ്ട്. ഇനിയിപ്പോ മുംബൈ തിരിച്ചു വരുമോ എന്ന് ചോദ്യത്തിൽ, മുംബൈ ഇപ്പോ യഥാർത്ഥത്തിൽ പേപ്പറിൽ പുലികളും ഗ്രൗണ്ടിൽ എലികളുമായി മാറിയിട്ടുണ്ട്. അവരുടെ ഡെപ്തും സ്ട്രെങ്ത്തും ഒക്കെ നോക്കുമ്പോൾ മികച്ച ടീമാണ് മുംബൈ. ഇന്ത്യൻ കോറും വിദേശ നിരയൊക്കെ മികച്ചതാണ്. പഞ്ചാബും അതേ സ്ഥലമുണ്ട്. പക്ഷെ പഞ്ചാബ് അത് എക്സിക്യൂട്ട് ചെയ്ത് വരുന്നുണ്ട്, മുംബൈക്ക് അത് പറ്റുന്നില്ല. ഇനിയിപ്പോൾ ഒരു തിരിച്ചു വരുന്നുണ്ടോ ചോദിച്ചാൽ മുംബൈക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ പ്ലേയേഴ്സൊക്കെ ഫോം ആവാറുണ്ട്. അവരുടെ പ്ലേയേഴ്സൊക്കെ മികവിലേക്ക് വന്നാൽ മാത്രമേ എന്തെങ്കിലും സാധ്യതയുള്ളൂ. ഇനിയുള്ള മത്സരം മുംബൈക്ക് ക്രൂഷ്യൽ മാച്ചസ് ആണല്ലോ. ഇനി അനായാസമായിട്ട് നിങ്ങൾക്ക് ജയിച്ചു പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഇന്നത്തെ മത്സരത്തിന് തിരിയുന്നില്ല. കാരണം നിങ്ങളുടെ ഫീൽഡിംഗ് ഒക്കെ അങ്ങനെ അബദ്ധമാണിപ്പോ. ഏതായാലും മുംബൈ ഇനി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയാണ് അവർ ആരാധകരുള്ളത്. നമ്മളും മുംബൈ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താൻ മുംബൈക്ക് ഇവിടെ എത്താൻ സാധിക്കില്ല എന്നാണ് യാഥാർത്ഥ്യം. അപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വീഡിയോസ് നമ്മൾ വീണ്ടും എത്താം.